Welcome to Machinery World. Hi, good afternoon, sir. Good afternoon. I am Salahuddin. Okay, sir, I am a retired additional director. So, your good self? I am Anil from NK Agro from Kerala. Okay, sir. ഈ ട്രാക്ടറിൻ്റെ ട്രാക്ടർ അല്ല സാറേ, ഹാർവസ്റ്റർ ആണ്. ഹാർവസ്റ്ററിൻ്റെ ബിസിനസ്സുമായിട്ട് എത്ര വർഷത്തെ സർവീസ് ഉണ്ട് സാറേ? ഞാനൊരു 5 വർഷമായിട്ട്, ഈ 5 വർഷമല്ല 10 വർഷമായിട്ട് അഗ്രി ഫീൽഡിലുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഈ ഹാർവസ്റ്ററിൻ്റെ വിങ്ങിലും കൂടി ഞാനുണ്ട്. ഓക്കെ സാർ, ഓക്കെ. ഈ ഹാർവസ്റ്റർ അല്ലാതെ വേറെ എന്തെങ്കിലും സാറ് ഡീൽ ചെയ്യുന്നുണ്ടോ സാറേ? ഹാർവസ്റ്റർ അല്ലാതെ നമ്മൾ ഡ്രോൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടില്ലേഴ്സുണ്ട്, ട്രാക്ടേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ മെഷീനറി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനി, നമ്മുടെ ഡീലർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫാർമേഴ്സിന് വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് KM ട്രാക്ടേഴ്സ്, അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് NK Agro. ഇത് രണ്ടും കൂടി കഴിഞ്ഞ് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ സാറേ. ഈ പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് എങ്ങനെയാണ് സാറേ നമ്മുടെ ഈ ട്രാക്ടേഴ്സിനും അതുപോലെ തന്നെ ഈ ഹാർവസ്റ്റേഴ്സിനൊക്കെ? നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അഗ്രികൾച്ചർ മെഷീനറിക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ നല്ലൊരു ഷെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. NK Agro ട്രാക്ടേഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അതിലിപ്പം ഇത് KS Agro എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഹാർവസ്റ്ററാണ്, അതിൻ്റെ ഡീലറാണ് നമ്മൾ. ഓക്കെ സാർ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഹാർവസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഒരു മാമത്ത് മെഷീനാണ്. അപ്പോൾ ഇത് സെയിലിന് വേണ്ടിയിട്ട് മീൻസ് സെയിൽ ഓർഡർ കിട്ടിയിട്ട് കൊണ്ടുവന്ന മെഷീനാണോ അതോ പിന്നെ ഡിസ്പ്ലേക്ക് മാത്രം കൊണ്ടുവന്ന? എക്സിബിഷൻ പർപ്പസിൽ ഡിസ്പ്ലേക്കായി വെച്ചിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് അവിടെ സെയിലിനായിട്ട് ഓർഡറായിട്ടും വരിക. ഓക്കെ സാറേ. ഇത് പിന്നെ പഞ്ചാബിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്നതല്ലേ അതോ ഇവിടുത്തെ പ്രൊഡക്ഷനാണോ സാർ? ഇത് പഞ്ചാബിൽ നിന്ന് വന്നുള്ളതാണ്. പഞ്ചാബിലാണ് കമ്പനി ഉള്ളത്. അപ്പോൾ ഇത് ഇനി തിരിച്ച് പഞ്ചാബിൽ പോലും ഇവിടെ സെയിലാവല്ലേ ഉള്ളൂ അതോ ഓൾറെഡി ഓർഡർ ഇവിടെ ഡീലർമാരുടെ അടുത്ത് ആരെങ്കിലും അടുത്തുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചാബിലേക്ക് തിരിച്ചു പോകും. പഞ്ചാബിലേക്ക് തിരിച്ചു പോകും. ഓക്കെ. ഇതിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഒന്ന് സാറിന് പറയാൻ പറ്റുമോ സാറേ? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് ട്രാക്ടർ മൗണ്ടഡ് ഹാർവെസ്റ്ററാണ്. ട്രാക്ടർ മൗണ്ടഡ് 63 HP ട്രാക്ടറാണ് ഇരിക്കുന്നത്. അതാണ് ഇതിന് ഡ്രൈവ് കൊടുക്കുന്നത്. ഇത് പാടി ഹാർവെസ്റ്ററാണ്. ഇതിൻ്റെ കട്ടിംഗ് ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കട്ടിംഗ് ബാർ 12 ഫീറ്റാണ് ഇതിൻ്റെ കട്ടിംഗ് ബാർ ലെങ്ത്ത്. അതുപോലെ തന്നെ ടാങ്ക് കപ്പാസിറ്റി 800 കിലോളാണുണ്ട്. എൻജിൻ HP ആ 63 HP ആണ് ഇതിൻ്റെ ട്രാക്ടറിൻ്റെ HP ആണ് ഇതിൻ്റെ എൻജിൻ HP ആയിട്ട് പറയാം. ഇത് സാധാരണ നമ്മുടെ ഒരു വലിയ ഫീൽഡുകളിലാണ് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 12 ഫീറ്റ് കട്ടിംഗ് ബാർ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു സ്യൂട്ടബിളായ ഫീൽഡിൽ മാത്രമാണ് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിപ്പോൾ നമ്മളാണ് NK Agro ആണ് ഇതിൻ്റെ കേരളത്തിലെ ഡീലർ. അപ്പോൾ കേരളത്തിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യും. ഇതിപ്പോൾ 12 അടിയാണ് ഇതിൻ്റെ കട്ടിംഗ് ബാറിൻ്റെ ലെങ്ത്ത്. അതുപോലെ ട്രാക്ടർ മൗണ്ടഡ് ആണ്. അതുപോലെ ടാങ്ക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞ പോലെ 800 കിലോ ആണ്. അത് സാർ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര സെൻറ്റ് അല്ലെങ്കിൽ എത്ര ഏക്കർ ഇത് ഹാർവെസ്റ്റ് ചെയ്യും എന്നുള്ളതൊന്ന് പറയാൻ പറ്റും സാറേ? ഇതൊരു മണിക്കൂറിൽ ഏകദേശം ഒരു 4 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ വൈക്കോലെല്ലാം പൂർണ്ണമായിട്ട് ലെങ്ത്തിൽ വൈക്കോൽ കിട്ടും. വൈക്കോലിനൊന്നും അധികം ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ എന്താണ് സാറേ? ഫ്യൂവൽ ഡീസലാണ്. ട്രാക്ടറിൽ വയ്ക്കുന്ന ഡീസലാണ് ഇതിൻ്റെ ഫ്യൂവൽ. ട്രാക്ടറാണത് ഡ്രൈവ് ചെയ്യുന്നത്. ട്രാക്ടറിൻ്റെ ഡ്രൈവാണ് ഇതിൻ്റെ ഹാർവെസ്റ്ററിൻ്റെ ഡ്രൈവ്. ഇത് പിന്നെ എത്ര
പ്രൈസ് ഇതിൽ പ്രൈസ് ഇതിന് 29 ലക്ഷമാണ് MRP ഇരിക്കുന്നത്. 29 ലക്ഷം ഇൻക്ലൂഡിങ് GST. ഇൻക്ലൂഡിങ് GST. 1 ഇയർ വാറണ്ടിയേ ഉള്ളൂ അതോ കൂടുതലുണ്ട് സാർ? 1 ഇയർ വാറണ്ടിയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ എവിടെയാണ് കേരളത്തിൽ എവിടെ കൊടുക്കുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യണം. അത് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യണം. എന്താ വെച്ചാൽ ഓൺ റോഡ് പോകുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളുടെ ആവശ്യമേ ഉള്ളൂ അതോ? ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു 1-2 ഒരാളും ഒരു ഹെൽപ്പറും ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ റോഡിൽ നമുക്ക് ഓടിപ്പോവാം, ഇങ്ങനെ തന്നെ പാടത്തിറങ്ങി നമുക്ക് കൊയ്ത്തൊന്നും ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. വേറെ ഒന്നും ചെയ്യാനില്ല അതിന്. അതുകൊണ്ട് ഒരാളോ അതിനൊരു സഹായി ഉണ്ടായാൽ നടക്കും. ഒരു പിന്നെ ഹെൽപ്പറും ഒരു ഡ്രൈവറും ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഡീലർഷിപ്പിന് അല്ലെങ്കിൽ നോട്ട് ഡീലർഷിപ്പ്, ഇതിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് സാറിന് പറയാൻ പറ്റും സാറേ? കോൺടാക്ട് ചെയ്യാൻ വേണ്ടി 8139007965 എന്ന നമ്പറിലും NKAGRO അല്ലെങ്കിൽ KN ട്രാക്ടേഴ്സ് എന്ന സ്ഥാപനത്തിലോ ബന്ധപ്പെട്ട ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഡെലിവറിയും അതുപോലുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.